ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ബി എസ് 4 മോഡൽ വണ്ടിയാണ്. വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി പിക്കപ്പ് ലോ പറയുന്നുണ്ട്, അതേപോലെ മൈലേജ് ഷോട്ട്, പിന്നെ ഹോൺ ഇടയ്ക്ക് വർക്ക് ചെയ്യാനുള്ള വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടിക്ക് വലിയ കുറവ് നിലവിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് ഹോൺ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കൂടാണ്ട് ഹോണിൻ്റെ ക്ലിപ്പ് ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 പ്രോബ്ലം ഹോൺ ക്ലിയർ ആയിട്ട് വർക്കാവുള്ള. അതൊക്കെ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻ്റ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്കിതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ ബാക്ക് വീൽ പിടിക്കുന്ന ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നോക്കി നിലവിൽ നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ അതേപോലെ ബാക്ക് ടയറൊക്കെ പുതിയ ടയർ എടുക്കണേ. ഹബിനായാലും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ ഉരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ അത് ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ക്ലച്ചിനകത്ത് ഈ ഒരു വീല് നമുക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് വേരിയേറ്റർ ബോഡി എന്ന് പറയും. വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിൽ ചെറിയൊരു പ്ലേ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ നോയ്സ്, സൗണ്ട് വ്യത്യാസം ക്ലച്ച് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിലവിൽ നമുക്ക് വണ്ടി 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 79,900 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനമൊക്കെ ഉള്ളൂ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ റബ്ബർ ഉള്ളിൽ തന്നെ ഈ റബ്ബർ സെറ്റ് ഒന്ന് മാറ്റിയിടണം. കാരണം ക്ലച്ച് വെയിറ്റ് ലോഡ് ചെയ്യുന്ന റബ്ബറാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. ബാക്കിത്തെ ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഇത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കാണ് കേട്ടോ, ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഈ വീലിലും അതിൻ്റെ ബോസ്റ്റർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതടക്കമുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിൽ ഇടണം കേട്ടോ. ഇത് തീരെ മോശമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതിൻ്റേതായിട്ടുള്ളൊരു വലിയ കുറവ് നിലവിൽ വരും. അതുകൊണ്ടാണ് ജസ്റ്റ് അതിനകത്ത് അതും കൂടി ഉൾപ്പെടുത്തിയത്. പിന്നെ നമുക്ക് എൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ സൈഡ് ഓയിലേക്ക് ഉണ്ട്. ആ സൈഡ് താഴേക്ക് ഓയിൽ ചാടുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ അതിൻ്റെ കവർ ഗ്യാസ്കറ്റിൻ്റെയാണ്. അപ്പോൾ അതഴിച്ച കവർ ഗ്യാസ്കറ്റും മൗണ്ട് റോവറും മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളും. പിന്നെ നിലവിൽ നമുക്ക് മൈലേജ് ഷോട്ടും വലിയ കുറവ് കാണിക്കുന്നതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററാണ്. നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും. എത്തനോളാണ് 20% പെട്രോൾ. അപ്പോൾ അത് ഉപയോഗിക്കുന്ന വണ്ടികളുടെ കാർബറേറ്ററിൻ്റെ ഭാഗം, അതായത് അലുമിനിയം ബോഡിയാണ്, അത് എത്തനോളായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് ചെറുതായിട്ട് ദ്രവിച്ച പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മിസ്സിംഗ് ഒക്കെയാണ് സാധാരണ രീതിയിൽ കാണിക്കുക. അപ്പം നിലവിൽ വണ്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇതെന്തെങ്കിലും ഇത് അഴിക്കാതെ കൊണ്ട് മാറുകയില്ല, അഴിച്ച് ക്ലീൻ ചെയ്യണം. ആ ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയൊക്കെ നിലവിലുണ്ട് കേട്ടോ. അതറിഞ്ഞിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമുക്ക് വരുമ്പോൾ കുഴപ്പമില്ലെങ്കിലും ഒരു പക്ഷേ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പക്ഷേ നമുക്ക് മൈലേജ് ഷോട്ട് പറഞ്ഞേക്കണത് കൊണ്ടും വലിയുടെ പ്രോബ്ലം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് വലിയുടെ വ്യത്യാസം ശരിക്കും ജെറ്റ് അടഞ്ഞാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്റർ ക്ലീനിങ് എന്നുള്ളത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട. ഇപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അതുകൂടി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ കൂടുതലായിട്ട് പ്രോബ്ലംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്ന കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ടൊക്കെ വരും. അത് അറിഞ്ഞിരിക്കുക. ഞാൻ എന്തായാലും ഇപ്പം അഴിച്ചിട്ടില്ല. വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം അപ്രൂവൽ തന്നാൽ മാത്രമേ നമ്മളത് അഴിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്കിപ്പോൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ടി വന്നാൽ ഏകദേശം ഒരു 3,000 രൂപയുടെ അടുത്ത് നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. 2,900 എന്തോ ആണ് ഈ കാർബറേറ്റർ അസംബ്ലി ഈ യൂണിറ്റിൻ്റെ റേറ്റ് വരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്രൂവൽ ഇടാം. അതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ പെട്രോൾ നമ്മൾ പഴയ പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 20% മിക്സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എത്തനോൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈലേജ് ആ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 മുതൽ 3 കിലോമീറ്ററോളം നമുക്കൊരു ലിറ്ററുമേ ഡിയോ മോഡൽ വണ്ടികൾ, ആക്റ്റീവ സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതൊരു കാരണമാണ് മൈലേജ് ഷോട്ടിൻ്റെ കേട്ടോ. അപ്പോൾ അതല്ലാതെയുള്ള പ്രോബ്ലംസ് നമുക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് മാറേണ്ടതാണ് കേട്ടോ. ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്. ഫ്രണ്ട് കുഷ്യൻ അസംബ്ലിൻ്റെ ഗ്രീൻ ബുഷ് പോയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ലിങ്ക് ബുഷും കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ ഈ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്.
അത് ഏകദേശം നമുക്കൊരു 10-40 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പതുക്കെ ഹാൻഡിൽ നിന്ന് കൈ പതുക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം നല്ല രീതിയിൽ ഷിവറിങ് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്ന ടയറിൻ്റെ അലൈൻമെൻറ്റിൽ വന്ന വേരിയേഷൻ്റെ പ്രോബ്ലം കൊണ്ട് സംഭവിക്കുന്നുണ്ടോ. നിലവിൽ സാധാരണ നമുക്ക് റൊട്ടേഷൻ ചെയ്തിടാൻ പറ്റാറുണ്ട്, പക്ഷേ നമ്മുടെ ബാക്കിൽ കിടക്കുന്ന ടയർ നമുക്ക് ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത മോഡലായതുകൊണ്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, ജസ്റ്റ് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് കേട്ടോ. അത് കൂടുതലായിട്ട് നമുക്ക് ഈ ലിങ്ക് മോഡൽ സസ്പെൻഷൻ വന്ന വണ്ടികൾക്കാണ് കൂടുതലായിട്ട് വരാം. അതായത് ഡയറക്റ്റ് ഇതിനുള്ള ഇതേപോലെ ലിങ്ക് വരുമ്പോൾ ടെലിസ്കോപ്പിക് ഫ്രണ്ട് സസ്പെൻഷനുള്ള വണ്ടിക്ക്, അതായത് BS6 മോഡൽ ഇപ്പോൾ വന്ന ആക്ടിവിക്കൊന്നും ആ പ്രോബ്ലംസ് അത്ര പെട്ടെന്ന് വരില്ല. ലിങ്ക് ടൈപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നാമത് നമുക്ക് ഈ ബുഷിന് ചെറിയൊരു പ്ലേ വരുന്നു. അത് കൂടാതെ ലിങ്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് ടയറിന് റൈറ്റ് സൈഡിൽ ഒരു അല്പം തേയ്മാനം കൂടുതലും കാണിക്കും. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു ബബ്ലിങ് വണ്ടിക്ക് കാണിക്കണം. കോമൺ ആയിട്ട് വന്നൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. ബാക്കിലത്തെ ടയർ തീരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ടയർ ഒരേ സൈസാണ്, 10 ഇഞ്ച് വീലാണ്. റൊട്ടേഷൻ ചെയ്തിടാമായിരുന്നു. നമുക്കിപ്പോൾ ബാക്ക് ടയർ തീർന്നാലും ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അതേപോലെ ബാക്കിലേക്ക് യൂസ് ചെയ്തതിന് ശേഷം പുതിയ ടയർ എപ്പോഴും ഫ്രണ്ടിൽ വേണം ഇടാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും പോസിബിൾ അല്ല ഇപ്പോൾ, കാരണം ബാക്ക് ടയർ പുതിയ ടയർ കിടക്കുന്നത്, ഫ്രണ്ടിലത്തെ ടയറും കുറേ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ മാറ്റി ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ടയർ മാറ്റിയാലാണ് 100% നമ്മുടെ ആ ബബ്ലിങ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഓക്കെ, ബാക്കിയത്തെ ബുഷിൻ്റെ കേസൊക്കെ മാറ്റിക്കുമ്പോൾ ഒരു പരിധി വരെ സോൾവ് ആയിക്കോളും. പിന്നെ ഹോണിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഹോണിൻ്റെ നമുക്ക് ഇവിടെ വരുന്ന ഈ ക്ലിപ്പുകൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി, അത് ഞാൻ മാറ്റി ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ സ്വിച്ചും ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വിച്ച് പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അഴിച്ച് ക്ലീനിങ് പോസിബിൾ അല്ല. അപ്പോൾ ഞാനത് ഏകദേശം നമുക്കൊരു 60 രൂപ 70 രൂപ എടുത്താൽ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കളഞ്ഞേക്കാം. ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ടിലേക്ക് പോകുന്നുണ്ട്, 8.95 ഒക്കെ വരാനുണ്ട്. ഒരല്പം ഡൗൺ കാണിക്കുന്നുണ്ട്, പക്ഷേ ബാറ്ററി കംപ്ലയിൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. നോർമൽ ലോഡ് എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വേരിയേഷനാണ്, അത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രോബ്ലം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കാണിക്കില്ല. പിന്നെ നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റിയിടണം. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്, തന്നെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. അതേപോലെ ഈ സ്പാർക്ക് പ്ലഗും ഒന്ന് മാറ്റിയിടണം കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്ലഗ് മാറ്റി വിടണം. അത് രണ്ടും ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ പ്ലഗ് മാറ്റി ഇട്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഈ സ്പാർക്ക് പ്ലഗും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും ആ ബോൾട്ടിൻ്റെ വാഷും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടും. അത് ലീക്ക് വരാതിരിക്കാനായിട്ട് ചെയ്യണതാണ് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിടണം, സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റിയിടണം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ലിങ്കിൻ്റെ ബുഷ് മാറ്റാനുണ്ട്, ഈ കുഷ്യൻ്റെ ബുഷ് ഇവിടുത്തെ മാറ്റാനുണ്ട്. ഫോണിൻ്റെ കേസ് 2 ക്ലിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ സ്വിച്ചും കൂടി മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഈ ഒരു വീലാണ് കംപ്ലയിൻറ്റ്. അതേപോലെ തന്നെ ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റും കൂടി ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഹെഡിൻ്റെ ഇവിടെ ഒരു ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ കവറിൻ്റെ ഗ്യാസ്കറ്റും ഇവിടെ 2 ബോൾട്ട് വന്നിട്ടുണ്ട്. ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 ഓയിൽ സീൽ പോലെ വന്നിട്ടുണ്ട്. അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ക്ലച്ച് വെയിറ്റിൻ്റെ ഈ ഒരു റബ്ബർ 3 അത് ഏകദേശം ഒരു 40 രൂപ 45 രൂപ നമുക്ക് റേറ്റ് വരും. അതും കൂടി മാറ്റിയിടണം. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ രീതിയിൽ തന്നെ ഓപ്പണായിട്ടൊന്ന് കഴുകിയിട്ട് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മറ്റേത് നമ്മൾ ബോഡിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പുറമേത്തെ ചെളി പോവുള്ളൂ, ഉള്ളിലത്തെ അവസ്ഥയ്ക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ നീറ്റായിട്ട് നമുക്ക് കഴുകാനായിട്ട് പറ്റും. സൈഡൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ അതടക്കം ഇപ്പോൾ ഓപ്പൺ വാഷിങ് വരും വ്യത്യാസം എന്തായാലും നമുക്ക് ബോഡി വാഷിംഗ് ആണ്. സാധാരണ വാഷിങ്ങിന് 150 രൂപയാണെങ്കിൽ ഓപ്പൺ വാഷിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് 300 രൂപ നമുക്ക് ചാർജ് വരാം. കാരണം അത് മൊത്തം ബോഡി അഴിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയവും കൂടുതലെടുക്കും. അതേപോലെ തന്നെ ഫിറ്റിങ്ങൊക്കെ അഡീഷണലായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 300 രൂപ നമുക്ക് അതിന് ആ വാട്ടർ സർവീസിന് വേണ്ടി മാത്രമായിട്ട് വരും. അപ്പോൾ ഞാൻ ആ ഓപ്പൺ വാഷിംഗ് ചെയ്യാവുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് അതിനകത്ത് ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് റിപ്ലൈ ഇടാം. റിപ്ലൈ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഓപ്പൺ വാഷിംഗ് അടക്കം ചെയ്തു വരുമ്പോൾ എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ചെയ്ത് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് ആ കാർബേറ്ററിൻ്റെ കേസ് പ്രത്യേകം പറയാം. കാരണം എന്ന് വെച്ചാൽ കാർബേറ്റർ നമ്മൾ അഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്, ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അതും കൂടി വിലയിരുത്തിയിട്ട് വേണം നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ കേസ് അപ്രൂവൽ തരാനായിട്ട്. ഓക്കെ.